ഇത് പൊടി കെട്ടി ഒരുപാട് ദിവസമല്ലോ, ഒരുപാട് ദിവസമായി തുടച്ചിട്ട്. ആ വീട്ടിൽ നിന്നാണല്ലോ. ആ ആ പറമനെ. ആ ഇപ്പച്ചി കടയിലാണേ. പറടാ, കുറച്ച് പണിയുണ്ട്. ആ നാളല്ലേ ബർത്ത്ഡേ? ആ നാളെ വാങ്ങിച്ചരാ. ഇല്ലടാ, ഉറപ്പായിട്ട് വാങ്ങിച്ചരേ. 4 പ്രാവശ്യം പറ്റിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പച്ചൻ്റെ കയ്യിൽ പൈസ ഇല്ലായിട്ടല്ലേ. നാളെ എന്തായാലും എൻ്റെ കുട്ടിക്ക് വാങ്ങിച്ചരാം. ആ ഉറപ്പ്. ആ നീ നോക്കിക്കോ, എൻ്റെ കുട്ടിക്ക് നാളെ സൈക്കിൾ എത്തും കേട്ടോ. ശരി, ഞാൻ വിളിച്ചാ കുറച്ച് പണിയിലാണ്, തിരക്കിലാണ്. ശരി. പറച്ചോനെ, 4 പ്രാവശ്യം എൻ്റെ കുട്ടിനെ ഞാൻ പറ്റിച്ചു. ഇനിയിപ്പോൾ ഈ പ്രാവശ്യം എന്ത് പറഞ്ഞാൽ അവനെ ഞാൻ സമ്മാനപ്പെടുത്തുക? എൻ്റെ കയ്യിലാണെങ്കിൽ പൈസയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അല്ല, എന്തൊരു ഫുൾ ടൈം ഫോണിലുള്ള കളി. ആ പൊടിയൊക്കെ തട്ടിയാക്കൊന്ന് വൃത്തിയാക്കി എടുത്തൂടെ? 24 മണിക്കൂറും ഫോണിലാണല്ലോ. ബഷീറ, ഇവിടെ വാ. എന്താക്കാ അവിടെ വെച്ചോ. അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഞാൻ തരാനുള്ളത്. അതെ, അത് ഈ കണക്കിൽ കൂട്ടണ്ട. അത് ഞാനക്ക് തരാൻ അർഹതപ്പെട്ട പൈസയാണ്. എന്നാലും വേടില്ലായിരുന്നു കാക്ക. ഇത് വേണ്ട വേണ്ട, അല്ല, അത് നീ അവിടെ വെച്ചോ. കുട്ടികൾക്ക് പെരുന്നാൾക്ക് എന്താ ഡ്രസ്സ് വാങ്ങിച്ചെടുത്തു? വളരെ സന്തോഷമായി കാക്ക ഇപ്പൊ കിട്ടിയത്. ചെക്കനോടെ കാത്തിരിക്കാൻ നാളെ സൈക്കിളിന് വിട്ടിട്ട്. നാളെ അവന്റെ ബർത്ത്ഡേ കൂടിയല്ലേ. വളരെ ഉപകാരമായി. എന്നാ ശരി, വളരെ സന്തോഷമായി. ഞാൻ പോയിട്ടെ. എന്നായിക്കോട്ടെ. ആ മുമ്പ് കണക്ക്. ഹായ് പച്ചേ, സൈക്കിൾ. ആ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇനി ഇപ്പച്ചി വാങ്ങി തന്നില്ലാന്ന് പറയണ്ട. ഇപ്പച്ചേ താങ്ക് യു. മുഖത്ത് പുഞ്ചിരി ഞാൻ കാണുമല്ലോ. എന്റെ മനസ്സറിഞ്ഞ നാഥ നിനക്ക് വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ആ പച്ചേ, നീ അങ്ങോട്ട് വിട്ടടാ.